ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വൺ പീസ് ചാപ്റ്റർ 1159 ബ്രീസ് സ്പോയിലേഴ്സ് ആയിരിക്കും. ബ്രേക്കിന് ശേഷമുള്ള നമ്മുടെ ഫസ്റ്റ് സ്പോയിലേഴ്സ് വീഡിയോ ആണിത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും ഒരുപാടധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആനിമെ കോണ്ടന്റ്സ് നിങ്ങൾക്കായിട്ട് വെയിറ്റിംഗ് ആണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ആനിമെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കണ്ട. സോ നമുക്ക് വന്ന കാര്യത്തിലേക്ക് പോകും. കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൺ പീസ് ഫൈനൽ സാഗയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാടധികം ട്വിസ്റ്റുകളും റിവീലേഷൻസും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സിലെല്ലാം എന്തെങ്കിലുമൊക്കെ റിവീലേഷൻസും അല്ലെങ്കിൽ ട്വിസ്റ്റുകൾ ഉണ്ടാവും. സോ ഈ ഒരു ചാപ്റ്ററിലും അതുപോലെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ചാപ്റ്ററിന്റെ പേര് ഐലൻഡ് ഓഫ് ഫേറ്റ്. കവർ പേജിൽ യാമറ്റോ ഫ്ലവർ ക്യാപിറ്റലിലേക്ക് തിരിച്ചു പോകുന്നതാണ് കാണിക്കുന്നത്. ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ വൺ പീസിലെ വോൾ വേൾഡിനെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് സംഭവിക്കുന്നത്. മറ്റൊന്നുമല്ല, ഷാക്കി ഹാച്ചിനോസിൽ നിന്നും കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നു. പിന്നെ ഇതിൽ പറയുന്നത് 38 വർഷങ്ങൾക്ക് മുമ്പ് ഗാർലിംഗ് ഗോഡ് വാലിയിലേക്ക് തിരിച്ചു പോകും. അവിടെ ഷാങ്സിന്റെയും ഷാംറോക്കിന്റെയും അമ്മയെ അറ്റാക്ക് ചെയ്യുമാണ്. ഇതിന് കാരണം മറ്റൊന്നുമല്ല, അവരെ രണ്ടുപേരെയും അവന് ഹോളി ലാൻഡിലേക്ക് കൊണ്ടുപോകണമായിരുന്നു. ഈ സമയം ഡ്രാഗണും ഗോഡ് വാലിയിൽ ഉണ്ടായിരുന്നു. അവൻ ജസ്റ്റ് ഒരു മറൈൻ സോൾജർ മാത്രമായിരുന്നു. കൂമയും ഗിന്നിയും ഇവാങ്കോവും അതേസമയം തന്നെ ഗോഡ് വാലിയിൽ ഒരു സ്ലേവ് ഷിപ്പിൽ യാത്ര ചെയ്യായിരുന്നു. അതേസമയം തന്നെ യങ് മോർഗൻസ് ഗോഡ് വാലിയിലെ ഇൻഫോർമേഷൻസ് ഒക്കെ പൈററ്റ് ഐലൻഡിലേക്ക് ചോർത്തി കൊടുക്കുകയായിരുന്നു. പിന്നീട് സെബേക്കും ഹാളിനും തമ്മിൽ കണ്ടുമുട്ടുന്നതാണ് കാണിക്കുന്നത്. ആ ഒരു സമയം സെബേക്ക് ഗോഡ് വാലിയിലേക്ക് യാത്ര ചെയ്യായിരുന്നു. അതിന്റെ കാരണവും അവൻ ഹാറൽഡോട് പറയുന്നുണ്ട്. സെബേക്കിന് അവന്റെ ഫാമിലിയുടെ സേഫ്റ്റിയെ പറ്റി ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ രണ്ടുപേരെയും, അതായത് ടീച്ചിനെയും അവന്റെ അമ്മയും അവന്റെ സ്വന്തം ഹോംലാൻഡ് ആയിട്ടുള്ള ഗോഡ് വാലിയിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. ഇനിയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഓടയുടെ മറ്റൊരു വലിയ റിവീലേഷൻ. ആക്ച്വലി റോക്സിന്റെ റിയൽ നെയിം ഡേവിഡ് സെബേക്ക് എന്നായിരുന്നു. അതായത് സീക്രട്ട് ആയിട്ട് ജീവിച്ചിരുന്ന ഡേവി ക്ലാൻസിന്റെ ഒരു അംഗമായിരുന്നു സെബേക്ക്. സെബേക്കിന്റെ ഒരു ആൻസസർ ആണ് ഡേവിഡി ജോൺസ്. പിന്നെ കാണിക്കുന്നത് റോക്സും ഹാർലഡും തമ്മിലുള്ള ഫൈറ്റ് ആണ്. പക്ഷെ ഹാർലഡ് പർപ്പസ്ഫുള്ളി അവിടെ തോറ്റു കൊടുക്കുകയാണ്. റോക്സിന്റെ യാത്ര അവന് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി മാത്രം. അറ്റ് ദ എൻഡ് ഓഫ് ദ ചാപ്റ്റർ ഗോഡ് വാലി ടൂർണമെന്റ് അവിടെ തുടങ്ങിയാണ്. ആ ഒരു ടൂർണമെന്റിലെ ഏറ്റവും വലിയ പ്രതിഫലം അത് ഷാക്കിയായിരുന്നു. മാത്രമല്ല, ആ ഒരു ടൂർണമെന്റിൽ കിഡ് ടീച്ചും അവന്റെ അമ്മയും ഒരു സ്ലേവ് ആയിട്ടുണ്ടായിരുന്നു. അവസാനമായിട്ട് കാണിക്കുന്നത് ഡ്രാഗൺ ഷാങ്സിന്റെയും ഷാംറോക്കിന്റെയും അമ്മയെ ഓൾമോസ്റ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. എന്നാൽ അവൾ ഡ്രാഗണോട് പറയുന്നത് തന്റെ മക്കളെ രണ്ടുപേരെയും സംരക്ഷിക്കണമെന്നാണ്. സോ ഈ ഒരു സ്പോയിലേഴ്സിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്താണെങ്കിലും ചാപ്റ്റേഴ്സ് വരുന്നത് വരെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. ടോട്ടലി ഈ ഒരു ചാപ്റ്ററിൽ എന്നെ അല്ലെങ്കിൽ വൺ പീസ് ഫാൻസ് ആയിട്ടുള്ള ഒരുപാട് പേരെ അതിശയിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സെബേക്കിന്റെ റിയൽ ഐഡന്റിറ്റിയാണ്. സോ വൺ പീസ് ചാപ്റ്റർ 1159 ബ്രീസ് സ്പോയിലേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ലെറ്റ് മീ നോ ഇൻ കമന്റ്സ്. സയോനാര.